പ്രതിഷേധം വീണ്ടും ഉയർന്നിരിക്കുന്നു. പ്രതിഷേധക്കാരെ മാറ്റുന്നു. ഭാരതാംബ ചിത്രം സെനറ്റ് ഹാളിലെ പരിപാടിയിൽ വെച്ചു. അതിന് പിന്നാലെയാണ് രജിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നത് ആ പരിപാടി റദ്ദാക്കിയെന്ന്. ഈ പരിപാടിയിൽ BJP പ്രവർത്തകർ നിരവധി എത്തിയിരുന്നു. പിന്നീട് ഈ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വലിയ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ തങ്ങിക്കൂടിയിരുന്നു. അതിന് തൊട്ടുമുന്നിൽ ഒരു സംഘർഷാവസ്ഥ കേരള സർവകലാശാലയ്ക്ക് മുൻപിൽ രൂപപ്പെട്ടിരുന്നു. ഇരുഭാഗവും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസുകാർ എത്തി പ്രവർത്തകരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ്. ഒരു സംഘർഷാവസ്ഥ, മുദ്രാവാക്യം വിളി, പ്രതിഷേധ സ്വരം ഉയരൽ, ഇതൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങളെ റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇത്ര ആവശ്യം. ഒരിക്കലും പറ്റില്ല. ഒരു കാര്യം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദൃശ്യങ്ങൾ. ഒന്ന് സർവകലാശാല സെനറ്റ് ഹാളിനകത്തും ഉന്തം തള്ളും ഉണ്ടാകുന്നു. അവിടെ നിന്നുള്ള ദൃശ്യം. പുറത്ത് സർവകലാശാലയ്ക്ക് മുൻപിലുള്ള പ്രതിഷേധം. അവിടെ പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുമ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരാണ് ആ സ്ഥലത്ത് ഇപ്പോൾ എത്തുകയും അവിടെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്ത് അവരെ മാറ്റുന്നതിനിടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അകത്തതേ സമയം ഉന്തം തള്ളും ഉണ്ടാകുന്നു. അവിടെ BJP പ്രവർത്തകരൊക്കെ ഉൾപ്പെടെ ഈ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് അവർ വിളിച്ച ആളുകളൊക്കെ തന്നെ BJP പ്രവർത്തകർ നിരവധി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്കാണ്, ഏറ്റുമുട്ടലിന്റെ സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. നേർക്കുനേർ പരസ്പരം പോർ വിളിക്കുന്ന ഒരു കാഴ്ച. വലിയ പ്രതിഷേധം. പോലീസ് നന്നായിട്ട് പാടുപെടുന്നുണ്ട് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ. അപ്പോൾ ഇരു സൈഡിലേക്കും സെനറ്റ് ഹാൾ ഒരു സംഘർഷ ഭൂമിയായി മാറുകയാണ്. സെനറ്റ് ഹാളിന് അകത്തെ പ്രതിഷേധം, പുറത്ത് നിരവധി SFI പ്രവർത്തകർ, KSU പ്രവർത്തകരൊക്കെ തന്നെ തള്ളിക്കയറുന്ന ഒരു സാഹചര്യമുണ്ട്. SFIയുടെയും KSUവിൻ്റെയും പ്രവർത്തകർ എത്തുകയാണ്. സർവകലാശാല ക്യാമ്പസിനെ അല്ലെ സർവകലാശാല സെനറ്റ് ഹാളിനെ ഒരു സംഘർഷ ഭൂമിയായി ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പരിപാടിയിലേക്ക് വന്നവർ എല്ലാവരും ഹാളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഹാളിൽ അവരവരുടെ സീറ്റിൽ ഇരിക്കേണ്ടതാണ്. ബോലോ ഭാരത് മാതാ കീ. എല്ലാവരും ഹാളിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. ബോലോ ഭാരത് മാതാ കീ. ബോലോ ഭാരത് മാതാ കീ. ബോലോ ഭാരത് മാതാ കീ. ഇപ്പോൾ രണ്ടിടങ്ങളിലാണ് സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സർവകലാശാല പരിപാടിക്ക് ഇപ്പോൾ തുടക്കം ആയിരിക്കുന്നു. ഗവർണർ എത്തില്ല എന്ന് നേരത്തെ അറിയിച്ചു.
ഗവർണറുടെ പരിപാടി ഈ ഭാരതാംബ ചിത്രം വെച്ചുള്ള പരിപാടി അത് റദ്ദാക്കി എന്നാണ് നേരത്തെ അനൗൺസ്മെന്റ് രജിസ്ട്രാർ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ പരിപാടി തുടങ്ങിയിരിക്കുന്നു. ഗവർണർ എത്തില്ല എന്ന് അറിയിച്ചു. പക്ഷേ എന്തായിരിക്കാം ഇനി സംഘാടക സമിതി ആ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ BJP സംസ്ഥാന നേതാക്കളായ അഡ്വക്കേറ്റ് എ സുരേഷ്, PV രാജേഷ്, PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ നമ്മൾ കണ്ടിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകും. കാരണം KSG പ്രവർത്തകർ കൂടി അകത്തേക്ക് ഇടിച്ചു കയറുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. BJP പ്രവർത്തകരുണ്ട് ഹാളിനകത്ത്, സെനറ്റ് ഹാളിനകത്ത് നിരവധി BJP പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. പരസ്പരം പോർ വിളിക്കുകയാണ് അകത്ത്. BJP പ്രവർത്തകർ, BJP അനുഭാവമുള്ള സംഘടനകളാണ് ഇപ്പോൾ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരു സംഘർഷ ഭൂമിയായി ഇപ്പോൾ കേരള സർവകലാശാല അകവും പുറവും മാറുകയാണോ? സെനറ്റ് ഹാളും പുറം വശവും എന്താണ് അവിടുത്തെ ഇപ്പോൾ ഒരു ഏറ്റുമുട്ടൽ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പോലീസ് എന്താണ് നീക്കം നടത്തുന്നത്? വളരെ പെട്ടെന്നാണ് KSU പ്രവർത്തകർ ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് ഇടിച്ചു കയറിയത്. ഹാളിനകത്തുള്ളവരും പുറത്തുനിന്നെത്തിയ KSU പ്രവർത്തകരുമായി കയ്യാങ്കളി ഉണ്ടായി. പോലീസ് വലിയ ബലപ്രയോഗം നടത്തിയാണ് ഇവരെ പുറത്താക്കിയത്. ഏതായാലും ഇപ്പോൾ ഹാളിനകത്ത് സംഘർഷമില്ല. പക്ഷേ പരിപാടി തുടങ്ങുന്നതായ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ശ്രീ പത്മനാഭ സേവാ സമിതി നടത്തുന്നത്. സംഘപരിവാർ സംഘടനകളിൽപ്പെട്ടവർ, BJP RSS നേതാക്കളെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി അകത്തുണ്ട്. അപ്പോൾ ഇതിൽ പ്രതീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവർണർ 5:30 ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഗവർണർ രാജ്ഭവനിൽ നിന്ന് അറിഞ്ഞത്, ഈ സംഘാടകരെ അറിയിച്ചിരിക്കുന്നത് ഹാൾ റദ്ദാക്കിയതായുള്ള വിവരമാണ് രാജ്ഭവനിൽ നിന്ന് അറിയിച്ചത്. ഇതേ തുടർന്ന് ഗവർണർ റദ്ദാക്കിയ പരിപാടിയിലേക്ക് ഗവർണർ എത്തില്ല എന്ന് പുറത്തു നിന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സ്ഥലത്ത് നിന്നും പോലീസുമായി ഉന്തും തള്ളും മുദ്രാവാക്യവും മുഖാമുഖം പോലീസുമായി നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത്. SFIയുടെ വനിതാ പ്രവർത്തകരെ വനിതാ പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി.